ഹായ് അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെസിപ്പിക്ക് തന്നെ പോവാ. അപ്പോൾ അതാ ഞാൻ ഫുൾ ചിക്കനും വേണ്ടിയിട്ടില്ലേ ഒരു 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവെല്ലാം നിങ്ങളെ ഇഷ്ടം കൂട്ടാ കുറയ്ക്കുക എന്ത് വേണം വെക്കാവേ. അപ്പോൾ ഒരിത്തിരി ഫുഡ് കളറില്ലേ, ഇത് നിർബന്ധമില്ല, ജസ്റ്റ് ഒരു കളറായിട്ട് കാണാൻ മാത്രം ഒരിത്തിരി എടുത്തിട്ടുണ്ട് ഞാൻ ഫുഡ് കളറ്. പിന്നെ കബാബ് പൗഡർ ഇല്ലേ, കബാബ് പൗഡർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 സ്പൂൺ അത്ര എണ്ണം. അതിന് ശേഷം ഒരു 2-3 സ്പൂണ് തൈരില്ലേ, തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ചിട്ട് അരച്ച പേസ്റ്റ് അതൊരു 4-5 സ്പൂൺ ഇട്ട് കൊടുത്തിന്. നമുക്ക് സ്പൈസി എല്ലാം കുറച്ച് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടിന്. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ കുറയ്ക്കാം. ഓക്കെ. പിന്നെ ആവശ്യത്തിലധികം ഉപ്പിട്ടിന്. ഉപ്പ്, എരിവ്, പുളിയെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിന്. അങ്ങനെ അത് ഇട്ടതിന് ശേഷം കോൺഫ്ലോറില്ലേ, 1 സ്പൂൺ കോൺഫ്ലോറും ഒരു 1-1.5 സ്പൂൺ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി ഇട്ട് കൊടുക്കും. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ കോൺഫ്ലോർ അരിപ്പൊടി എല്ലാവരുടെ വരയിലും ഉണ്ടാകണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇടാം. ഓക്കെ. അതിന് ശേഷം ഞാനൊരു ഇത്തിരി ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-1.5 സ്പൂൺ സിർക്കയിലെ വിനാഗിരി അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുപ്പുളിയില്ലേ, നമ്മളെ നാരങ്ങ ചെറുപ്പുളി പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നല്ല ഉപ്പും പുളിയും എരിവും എല്ലാം പൊടിച്ചിട്ടില്ല, നല്ല ടേസ്റ്റാണെന്നറിയാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇതേ കണക്കിൽ പോയാലും കുറച്ചാവാം നിങ്ങൾക്ക്. ഞങ്ങൾക്ക് പക്ഷേ എരിവും പുളിയും അതെല്ലാം കുറച്ച് കൂടുതൽ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, ഒരു അരമണിക്കൂറിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലത്. പക്ഷെ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈം ഇട്ടല്ല, ഞാനിങ്ങനെ എപ്പോഴും അപ്പൾക്കപ്പം ഞാൻ ചെയ്യൽ. നല്ല ഉപ്പും എരിവെല്ലാം പിടിക്കുന്ന പ്രശ്നമില്ല. അതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇല്ലേ, നമ്മൾ എന്താ ഈ കുക്കർ മൂടിയൊക്കെ വെള്ളമൊന്നും ഒഴിക്കണം, ഇപ്പോൾ ഓയിൽ മാത്രം. എന്നിട്ട് ഒരു 3 വിസിലാവുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. 3 വിസിലായതിനു ശേഷം ആവിയെല്ലാം പോയതിന് ശേഷം തുറക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നു. എന്തോ ഒരു മണം വരുന്നുണ്ട്. പുള്ളമാരെല്ലാം അപ്പുറത്തുനിന്ന് വന്നിട്ട് എന്ത് ഇത് മണക്കുന്നതെന്നിട്ട് അങ്ങനെ ഇത് ഞാൻ ഒരു വെള്ളിയാഴ്ചയാണ് ഉണ്ടാക്കിയത്. പിന്നെ അത് പള്ളിയിൽ പോയിട്ടുണ്ടായി, പള്ളിയിൽ നിന്ന് വരുമ്പോൾ റെഡിയാണോ എന്നിട്ട് അങ്ങനെ ഒരു 3 വിസലെണ്ണയില്ലേ നല്ല ഫുള്ള് വന്നിട്ട് വന്നിന്. അതിൻ്റെ ലെഗ് പീസിൻ്റെ സൈഡ് നല്ല നോക്കി ഇളയിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ. അങ്ങനെ ഇത് നമുക്ക് കുക്കറിന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പണിയുണ്ട്. ഓക്കെ. മാറ്റി വെച്ചിട്ടായിട്ട് ഇനയില്ലേ ഒന്ന് ഓയിലിൽ പൊരിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. വേനൊന്നുമില്ല, വെന്ത സാധനമല്ലേ, ഒന്ന് ജസ്റ്റ് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് എടുത്താൽ കൈ തിരിച്ചിട്ടും മറിച്ചിട്ടും. എന്നിട്ട് ഞാനത്തെ വീട്ടിലെല്ലാവരും കൈ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് കൈക്കെല്ലാം എന്തായെന്ന്. ഫുള്ളായുധം വെച്ചിട്ടുള്ള കളിയല്ലേ, പൊട്ടല്, ചീറ്റല്, മുറിയല് എല്ലാം ഉണ്ടാകുന്ന പറഞ്ഞാൽ. അതെൻ്റെ ഏട്ടത്തിൻ്റെ മോൻ ചോദിക്കുന്നുണ്ടായി, ആൻറ്റി എടുക്കാൻ കുത്തല്ലാക്കാനാൻ പോയിട്ട് പോയിനാ ഫുള്ള് വെട്ടും കുത്തുമല്ല കയ്യിൽ. അങ്ങനത്തെ കഥ. ഇനി ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് തുടങ്ങണം, നമ്മളെ കൈൻ്റെ എല്ലാം ഉപ്പാട് പോകും. അപ്പോൾ അതാണ് നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ നമ്മൾ ഈ മസാലയില്ലേ കുക്കറിലുണ്ടായ ആ മസാല കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി, പിന്നെ ചില്ലി ക്രഷ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പില്ലേ, കെച്ചപ്പ്, സോയാ സോസ്, അതെല്ലാം അളവ് എത്ര വേണം കൂട്ടാം. 1-1.5 സ്പൂൺ 2 സ്പൂൺ അങ്ങനെ നമുക്ക് ഇങ്ങനെ എരിവും സ്പൈസിയും എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. അതെല്ലാം കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ എല്ലാം ഇട്ട സാധനമല്ലേ മിക്സ് ആക്കിയിട്ടായിട്ട് പിന്നെ എന്താക്കുക, ഗ്യാസിൽ തിളപ്പിക്കാൻ വെക്കുക. തിളച്ചിട്ട് ഒരുമാതിരി ഒരു കുറുകി വരുന്ന ടൈമിനില്ലേ നമ്മൾ ഈ വേവിച്ച ചിക്കനും വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, വെന്ത ചിക്കനല്ലേ ഒന്നും വേകാനില്ല, പക്ഷേ ഈ മസാല എല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതില്ലേ വെള്ളിയാഴ്ചൻ്റെ അന്ന്, അതുകൊണ്ട് തന്നെ നെയ്ച്ചോറിലേക്കാണ് ഉണ്ടാക്കിയത് ഞാൻ. നല്ല മഴ വരുന്നുണ്ട് പുറത്ത്, നല്ല കാറ്റും മയം വരുന്നുണ്ട്. അപ്പൊക്ക് ഈ ചൂട് നല്ല എരിവോടെ കൂട്ടി കഴിക്കാൻ മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. പുള്ളമാർക്കെല്ലാം ഭയങ്കര ലൈക്കായിനറിഞ്ഞാൽ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ അവരിങ്ങനെ തിന്നാനൊരു ഇതാണെന്നില്ല. അങ്ങനെ ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടില്ലേ, പക്ഷെ നല്ലുണ്ട്. ഇതിലേക്ക് വേറെ കറിയേ വേണ്ട, അങ്ങനത്തെ ഒരു ടേസ്റ്റാണെന്നറിയാം. അങ്ങനെ റെസിപ്പി കണ്ടില്ലേ, എല്ലാവർക്കും കുറേ ആളെന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ റെസിപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ അതെന്താ പറയുക, നമ്മൾ ഒരു ദിവസം എല്ലാവരും കൂടിയിട്ട് മൂത്തമ്മാൻ്റെ മോളെടുക്ക് പോയിട്ടുണ്ടേ. കുറേ അയാൾക്ക് പോകാതെ എന്നില്ലെങ്കിൽ കൂടിയായ പാടുപ്പാ അങ്ങനെ എന്തോ പോയത്, ഒരു 4 കൊല്ലമായ 5 കൊല്ലമായ എന്തോ ഓർമ്മയില്ല നേരെ. അങ്ങനെ എന്തോ പോയത്. അതിന് ശേഷം ഒന്ന് പോകാനേ കഴിഞ്ഞിട്ടില്ല, ഓരോരോ നമ്മളെ ഇതും അങ്ങനെ ലൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും പോകാന്നില്ല, നമ്മളേട്ടത്തിനെത്തിമാരെല്ലാവരും പിന്നെ മുത്തമ്മാൻ്റെ മോളും അങ്ങനെ ആയിട്ട് നമ്മൾ പോയതാണ് അടുത്തേക്ക്. പോകാൻ പ്ലാൻ ഇട്ടിട്ട് രാവിലെ ഇറങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് എത്തിയതില്ലേ വൈകുന്നേരം 5 മണിക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ പച്ചമ്പളൊരു ഷോപ്പിലേക്ക് പോയിട്ടാകുമ്പില്ലേ ബാസിത് മൂസാൻ്റെ മസാലപ്പൊടി ഇല്ലാതുണ്ട്. അപ്പോൾ ഞാനടുത്ത് വീഡിയോ എടുത്തിയാന്ന് പറഞ്ഞാൽ
അങ്ങനെ 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 അനിയത്തിമാറും ഏട്ടത്തിമാറും എല്ലാവരും 2 വണ്ടിയായിട്ട് പോയിനത്. ഞമ്മ പകുതിയാളൊരു വണ്ടിയിൽ ഓറ് പകുതിയാളൊരു വണ്ടിയിലായിട്ട് പോയതാണ്. സുബകട്ടയിലാണ് മുത്തമ്മൻ്റെ മോളെ പോരെ ബന്ദിയോട്. സുബകട്ടയിൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ബന്ദിയോട് നിന്ന് കുറച്ച് ഉള്ളിലോട്ട്. അങ്ങനെ 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 എല്ലാവരും ഒരുങ്ങി കെട്ടിയിട്ട് പെണ്ണുങ്ങൾ ഒരുങ്ങി കെട്ടിയിട്ടാകുമ്പോൾ എങ്ങനെ ലേറ്റ്. പിന്നെ ഞങ്ങൾ അതിനാട്ടി ലേറ്റാണ് ദിവസം മാറാന്ന് എവിടെ പോകണമെങ്കിലും. അങ്ങനെ എല്ലാം ആയിട്ട് അൽഹംദുലില്ലാ അങ്ങനെ മുത്തമ്മൻ്റെ മോളെ പോയൊക്കെ അങ്ങനെ എത്തി. ഇത് കുറേ സാറിന് ഇത് പോയിട്ട് നമ്മൾ ഇന്ന് ഒരു 10-15 ദിവസം തായെന്ന് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. അവിടെ ഫുള്ള് ഇതാ കുഞ്ഞിൻ്റെ അല്ലേ ടോയ്സാന്ന്. അവർക്ക് 4-5 ആണും ഇത് ഈ ഒരു പെണ്ണും. മാഷാഅല്ലാ അതിന് ഫുള്ള് ടോയ്സ്. പുള്ളമാർക്ക് നല്ല പാർക്കിലേക്കാന്ന് നടക്കില്ല, നല്ല മജ. അതിന് പുള്ളറ ഒരു അൽമ്പേ ഉണ്ടായിട്ടാ എല്ലാം ഒന്ന് ഒരിക്കലും അതിൽ നടത്തിയിട്ട് ഈ വണ്ടിയിലിരിക്കുന്നു, ഈ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഒരിക്കലും ആ വണ്ടിയിലിരിക്കുന്നു. അങ്ങനത്തെ കളിയായിരുന്നു പറഞ്ഞാൽ. അങ്ങനെ 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 അന്ന് പോയൊരു ദിവസം മദ്രസയിൽ അത് അതിനാന്ന് തോന്നുന്നു. അപ്പോൾ മിന്നു തന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിള്ളമാർ എല്ലാവരും കൊണ്ട് തന്നെ പോയിന്. പിള്ളേരെല്ലാം കൊണ്ടുപോയെങ്കിലും ഒരു സമാധാനം. പകുതിനെ നിർത്തിയിട്ട് പോയിട്ട് എടെങ്കിലും ഫാമിലീൻ്റെ ഇടയിൽ ഇങ്ങനെ പകുതി നിർത്തിയിട്ട് പോയിട്ട് രാത്രി ആകുമ്പോൾ നമുക്കൊരിങ്ങനെ ഒരു കിരക്കരാന്ന്. എല്ലാവരും പോയെങ്കിൽ പിന്നെ എത്ര രാത്രി ആയെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ അപ്പോൾ ഓരെല്ലാം നല്ല പൊടിപാർന്ന വിഷയത്തിലുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്തോട് പോകുന്നുണ്ട്. നമ്മളെ മെയിൻ ഇതല്ലേ വീഡിയോസ്. അവിടെ എത്തിയിട്ടാകുമ്പോൾ അതായത് തൈൻ്റെ ഒരു മോനാണ്, രണ്ടാമത്തെ മോനും. മൊത്തം മോനോ എനിക്ക് മറ്റേ വീഡിയോഗ്രാഫർ തന്നെയാന്ന്. ഓനും ഏതോ വർക്കിന് പോയിട്ടുണ്ടല്ലോ, ഓന് വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതായിരുന്നിട്ടുള്ളത് മുത്തമ്മാൻ്റെ പിന്നെ ഒരു പുള്ളിയാന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ മോന്തിക്ക് നല്ല അടമായ വരുന്നുണ്ട്, അതിന് പൈലോട്ടുമായ പിടിച്ചിട്ടും ഉണ്ട് പറഞ്ഞാൽ നല്ല പാങ്ങല. അങ്ങനെ നല്ല പുറത്ത് കാണാൻ നല്ല വ്യൂ ഉണ്ട്. അപ്പുറം ഒരു കോട പോലെ കാണുന്നുണ്ട്. വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ. അങ്ങനെ അതാ നോക്കിയാൽ അപ്പുറം കാണുമ്പോൾ നല്ല പുകയെല്ലായിട്ട് നല്ല വാങ്ങില്ലേ കോട പോലെ ഉണ്ട്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ടാകുമ്പോഴേക്കില്ലേ തായി നല്ല ഗ്രാപ്പ് ജ്യൂസ് കൊണ്ട് തന്ന പുറത്ത് നല്ല മഴ വരുന്നെങ്കിലും നമുക്ക് തണുപ്പുള്ള എത്ര തേലല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ കൊണ്ട് വരുമ്പോൾ ഇല്ലേ തായിൻ്റെ മോൻ ഇങ്ങനെ പോകുന്നുണ്ട്, എൻ്റെ അടുക്കണ്ടെന്നിട്ട് നമ്മ ഒന്നിച്ച് കൂടിയിട്ടാകുമ്പോൾ പിന്നെ തുടങ്ങിയില്ലേ വിഷയം. മുത്തമ്മാൻ്റെ മോളും ഞാൻ പണ്ടെല്ലാം ഇങ്ങനെ ഒരു പ്രായത്തിൽ ഓരെല്ലാം ഒന്നിച്ചിട്ടുണ്ടാകും. ഞാനോറായിട്ട് കുറച്ച് ചേർത്തഞ്ഞു ഏട്ടത്തിയും പിന്നെ ഒരു ഏട്ടത്തിയും ഓരെല്ലാം ഒരു ഗ്യാങ്ങാണ് ഞാൻ അന്നല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം സ്റ്റോറേജ് നീ ഇതാക്കുന്നതും ആ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നല്ല വേണ്ട കിച്ചണിൽ ഒന്നിച്ചിട്ട് ഇരുന്നിട്ടെല്ലാം ഒന്നിച്ച് കൂടിയിട്ട് ഒരാൾ ഒരു ഇതാക്കുമ്പോഴേക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച അത് ഇത് നല്ല വെച്ചിട്ട് കുറേ ടൈം കുറേ നേരെ വിഷയം പറഞ്ഞിട്ട് ഒരു മെയിൻ്റെ നമുക്ക് നല്ലൊരു ഫ്രീ ആണെന്നൊരു ഒന്നിച്ച് ഫാമിലീനൊക്കെ കൂടിയിട്ട് ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പിള്ളേരായി കൊണ്ടുപോയിട്ട് എന്തൊരു അൽമ്പും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അറിഞ്ഞാൽ. ടോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലേ പിള്ളേരെ ഓരോന്നോരോരോ മൂലൊക്കെ കളി തുടങ്ങിന്. പിള്ളേരെ കൊണ്ടുപോയത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ 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 എന്താ കഥ പറഞ്ഞുകൊണ്ട് പത്തിൽ ചൂടുന്നുണ്ട്. ഒരു 2 പത്തലിട്ടിട്ട് ഒന്ന് പോകുന്നപ്പുറം, പിന്നെ 2 പത്തലിട്ടിട്ട് പിന്നെ ഒന്ന് പോകുന്നപ്പുറം, പിന്നെ 2 പത്തലിട്ടിട്ട് പിന്നെ ഒന്ന് പോകുന്നപ്പുറം. അങ്ങനെ അങ്ങനെ നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും പിന്നെന്താ ചിക്കൻ ഫ്രൈയും ന്യൂഡിൽസും മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ പാത്രങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ ടേബിളിൽ നിന്നിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് കഴിച്ചതിന് ശേഷം ഇല്ലേ എൻ്റെ ഉമ്മാവും മുത്തമ്മാവും 2 പെണ്ണാഞ്ഞിയും പിന്നെ 3 കാക്കന്മാറാഞ്ഞും. അതിൽ 2 ഇപ്പോൾ മുത്തമ്മാവും മരിച്ച്, എൻ്റെ ഉമ്മാവും മരിച്ച്, 2 കാക്കാവും മരിച്ച്. ഇപ്പോൾ ആകെയുള്ള നിലവിലുള്ളത് ഒരു കാക്ക മാത്രമാണ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഇതന്നെ നമ്മളെ ഫാമിലിയിൽ വിസി ഉമ്മാമ്മ ഓരെല്ലാം മരിച്ചതിൻ്റെ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനയും പോക്കും കുറച്ചറിണ്ട മതിയാക്കിയറിണ്ട ഞങ്ങളൊരു മുത്തമ്മാൻ്റെ മോന് ഗൾഫിലുണ്ട് റസിച്ചാലിട്ട്. റസി എപ്പോൾ വിളിച്ചെങ്കിൽ മെസ്സേജ് ഇടുതാ വിട്ടണ്ട അളിക്കാറണ്ട പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കണോ അങ്ങനെ രാത്രിയാകുമ്പോൾ എല്ലാ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നമ്മളെല്ലാവരും വന്നു. പിന്നെ ഇത് പിറ്റേ ബാബിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഭാവി പായസവും മറ്റേ മക്രോണി കേക്ക് എല്ലാം ആക്കിയിട്ട് കൊടുത്തിന്. അങ്ങനെ പിള്ളമാറില്ലേ ഭാവിന് ഭയങ്കര ഇഷ്ടമാണ് പിള്ളമാർക്ക്. അങ്ങനെ വിളിക്കുന്ന ചോളിന്നാണ്. ചോളിക്ക് സർപ്രൈസായിട്ട് ഡ്രസ്സും ചോക്ലേറ്റ് എല്ലാം ഇട്ടിട്ട് വെക്കുന്നുണ്ട്, കേക്കെല്ലാം കൊണ്ടുപോയിട്ട്. അപ്പോൾ അങ്ങനെ ഇച്ച വരാന്നിട്ട് പിള്ളമാർക്ക് ആക്കുന്നുണ്ട്. അത് ഏകദേശം ഇച്ച വരുമ്പോൾ ഒരു 10-10 മണിയെല്ലാമാണ്. അപ്പോൾ വന്നിട്ടായിട്ട് പോകാന്നിട്ട് അങ്ങനെ റെഡി ആയിട്ട് ചെറുതെല്ലാം ഉറങ്ങാണ്ട് വെയിറ്റ് ആക്കുന്നുണ്ട്. ചോളിക്ക് സർപ്രൈസ് ഇട്ട് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് വന്നതിന് ശേഷം ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇതിൽ ഞാനില്ലേ കരിമീനല്ല അതിനെന്താ ചെന്നാൽ തിലോപ്പിയ അങ്ങനെ എന്തോ ചെന്നല്ലേ ആ മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ആയിട്ട് വാഷാക്കിയിട്ട് എടുത്തതിന് ശേഷം ഇല്ലേ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് വെറും ഉപ്പ് മുളക് പൊടി മറ്റേ സുർക്ക അത്രയും കൂട്ടിയിട്ടായിട്ട് നല്ല
ചൂടായ പാനിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പ് വെളുത്തുള്ളി അതെല്ലാം ഇട്ടെങ്കിൽ നല്ല ഒരു സ്മെല്ലും ഒരു നല്ല ടേസ്റ്റും അതിങ്ങനെ ആക്കിയെങ്കിൽ അപ്പോൾ വെളുത്തുള്ളി അങ്ങ് കുത്തമ്പനായി അതുകൊണ്ട് ഞാൻ കറിവേപ്പ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കി. അങ്ങനെ അതാ തിരിച്ചിട്ടും മറിച്ചിട്ടും എല്ലാം എടുത്തിട്ട് അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായി എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി ഉള്ളെല്ലാം നല്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ പേസ്റ്റ് ഇല്ലേ അത് കുറച്ച് ബാക്കിയുണ്ടായി ഞാൻ ബ്രഷോട് ഇങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ പ്ലേറ്റെല്ലാം സെറ്റാക്കി ഒരു ബയൻ്റെ പുറത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് നല്ല കുറച്ച് കറിവേപ്പും പിന്നെ അതിന് നേരെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം നല്ല ചൂടോടെ കഴിക്കാം. അനിറ്റിലേക്കില്ലേ ഞാൻ ഉണ്ടാക്കിയതില്ല സ്കൂൾ തകഞ്ഞാന്ന് നല്ല ഞാൻ സ്കൂളിൽ നിന്ന് പണ്ട് വെച്ച് അതേ ഓർമ്മ വരുന്നത്. ഈ സ്കൂളിൽ തന്നെ കഴിക്കുമ്പോൾ ഇതെങ്ങനെ അറിയാം പച്ചപ്പയർ കൂടുതലെടുക്കുക. മറ്റേ സ്റ്റോറിൽ അരിയില്ലേ ഒരിങ്ങനെ 2 പൊടി നമ്മളെ കയ്യിൽ 2 പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിൻ്റെ ആ പച്ചപ്പയറിൻ്റെ നല്ല മണത്തിൽ. അങ്ങനെ മീനെല്ലാം തിന്നിട്ട് അതിന് ശേഷം ഒന്ന് ടേബിളെല്ലാം തുടച്ച് നമുക്ക് ആ മീനിൻ്റെ സ്മെല്ലെല്ലാം പോയിപ്പിക്കണ്ടേ. അങ്ങനെ ജസ്റ്റ് ഉള്ളിലെല്ലാം ഒന്ന് പുക ഇട്ടിട്ടില്ലേ നമുക്കറിയാലോ കൂട്ടിയിട്ടുണ്ടാകുമ്പോൾ. പക്ഷെ പുറത്തുനിന്ന് അരങ്ക് വന്നെങ്കിൽ അന്നത് ആ ഒരു സ്മെല്ലടിക്കുന്നത്. അങ്ങനെ ഞാൻ ടേബിളിൽ അതിനെ വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരേ ദിവസത്തെ വീഡിയോ ഒന്നുമില്ല, എല്ലാം കുറേ ദിവസത്തെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുമ്പ് കുറേ ഉള്ളതെല്ലാം തീരട്ടെ ഞാൻ എല്ലാം ഒന്ന് എടുത്തിട്ട് കാലിയാക്കുന്നുണ്ട്. പിന്നെ ഇത് പിറ്റേ രാത്രിക്കെത്തിയാന്ന് തോന്നുന്നു രാത്രിക്ക് തന്നെ അത്. അപ്പോൾ ഞാൻ ഫുള്ള് വെജിറ്റബിൾ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് ഒരു വെജിറ്റബിൾ കുറുമയും നെയ്പ്പത്തില്ലല്ലോ പൂരിയാന്ന് ആക്കിയതെന്ന് തോന്നുന്നത്. അപ്പോൾ അതാ ഞാൻ ആ ഒരു നോൺ സ്റ്റൈലി സ്റ്റീലിൻ്റെ ഇത് മേടിച്ചേ അതാ നല്ല വേണ്ടി ഞാൻ കുറേ സൈൻ ഇങ്ങനെ മെനക്കെട്ടിട്ട് ഒരു നോട്ടോട്ടിട്ടുണ്ടായി മേങ്ങണമായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ മടവൂര് പോയിട്ടില്ല നമ്മൾ കോഴിക്കോട്. അപ്പോൾ ഇതിനെ മേങ്ങിയതാണ്. അപ്പോൾ ഉണ്ട് ഇങ്ങനെ എന്ത് റെസിപ്പി ആക്കുമോ അത് മേങ്ങിയ ശരിയല്ലേ ചിക്കൻ പേർക്ക് കൊണ്ടുവരാനേ കൂടുന്നില്ല. ഈ ഓർഡറിൻ്റെ കൊടുത്തിട്ട് അതങ്ങനെ വെച്ചിട്ടാണ് ഓർഡറിൻ്റെ കുറേ ഉണ്ടാകുന്നില്ല അതിൽ ശരിയാവില്ല. നമുക്ക് റെസിപ്പി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായി ചിക്കനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഫസ്റ്റ് തന്നെ കാബേജ് വറവാണ് റെഡിയാക്കുന്നത്. ഇതറിയാത്തവർ ആരും ഇല്ല എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ റെസിപ്പി കാണിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇല്ലേ കടുകിട്ടിട്ടായിട്ട് വെളുത്തുള്ളിയും കറിവേപ്പും പിന്നെ മുളകില്ലേ ആ മുളക് ഞാനൊരു ടിന്നിലില്ല കുറച്ചിങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് കലം വരുമ്പോൾ ഇടാൻ നല്ല പങ്ങാന്ന് മുളകിട്ടെങ്കിൽ. അതിന് ശേഷം അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടിട്ടായിട്ട് കാബേജിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ തേങ്ങയും ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായി ഉപ്പ് ഇട്ടിട്ട്. അപ്പം ഞാൻ ഇൻസ്റ്റയിലിട്ടിട്ടാകുമ്പോൾ ഞാൻ ഓർമ്മയില്ല എനിക്ക് കാബേജിലേക്ക് തക്കാളി ഇടലുണ്ട്. അത് ഭയങ്കര അത്ഭുതം. കാബേജിലേക്ക് തക്കാളി ഇടല്ലേ അങ്ങനെ എന്തായാലും ഇടലുണ്ട്. തക്കാളി ഇല്ല ഞാൻ കാബേജ് കറിയെ വെക്കല അങ്ങനെ ഇടലുണ്ട് നിർബന്ധമായിട്ടും. അതാ ഉള്ളി തക്കാളി എല്ലാം മസാലയിൽ ഇങ്ങനെ ഫ്രൈ ആയിട്ട് അതിലേക്ക് കാബേജ് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ആ കാബേജ് അവിടെ റെഡി ആയതിനു ശേഷം പെട്ടെന്ന് 2 മിനിറ്റിൽ റെഡി ആകുന്നില്ലേ കാബേജ് വെന്തിട്ട് ഒടിഞ്ഞൊന്നും വേണ്ടാലോ. അതാണ് റെഡി ആയതിനു ശേഷം ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു ഇത്തിരി ഓയിലും കറിവേപ്പിട്ടിട്ട് അതിന് ശേഷം ഇല്ലേ മീനിട്ടിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചോറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. എപ്പോഴും ഞാൻ പറയും പോലെ നിങ്ങൾ ലൈക്ക് കമൻറ്റ് മസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ തന്നെ ചോദിച്ചോ. ദയവ് ചെയ്ത് പേഴ്സണലി ചോദിക്കാതെ നിങ്ങൾക്ക് കുറേ പേഴ്സണലി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ചെല്ലണം. അപ്പോൾ ഈ കമൻറ്റിലെങ്കിൽ ഒരാളോട് ഒരിക്കൽ തന്നെ ഉത്തരം പറഞ്ഞാൽ പോരെ. അങ്ങനെ നമ്മൾ തിരക്കിലുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നോക്കാൻ കഴിയുന്നില്ല. ഓക്കെ അപ്പോൾ ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.